സാധാരണക്കാർക്ക് ആശ്വാസമായ കൊച്ചിയിലെ സമൃദ്ധിയിലും വിലക്കയറ്റം. ഇന്ധനവില വർധനവാണ് കുറഞ്ഞ ഭക്ഷണം കിട്ടുന്ന സമൃദ്ധിയെയും ഇന്ദിരാ ക്യാന്റീനെയും ബാധിച്ചത്. ചായ മുതൽ ബിരിയാണി വരെയുള്ള എല്ലാ ഇനങ്ങൾക്കും വില കൂട്ടി. കൊച്ചിയിലെത്തുന്ന സാധാരണക്കാർക്ക് എന്നും ആശ്രയമായിരുന്നു സമൃദ്ധി ഇന്ദിരാ ക്യാന്റീനുകൾ. പാചകവാതക വില വർധനവാണ് സമൃദ്ധിയെയും ബാധിച്ചിരിക്കുന്നത്. ചായ മുതലുള്ള എല്ലാ ഭക്ഷണങ്ങൾക്കും വില വർദ്ധിച്ചു. ചായക്ക് എത്ര ഇപ്പൊ വില? 13 രൂപ. എത്ര ദിവസമായി ഇങ്ങനെ കൂട്ടിയിട്ട്? ഇന്നിപ്പോ 2-3 ദിവസമായിട്ടുണ്ടാവുള്ളൂ. പൊതിച്ചോറിന് 20 രൂപ ഉണ്ട്. 120 നേരത്തെ 100 ആയിരുന്നു, ഇപ്പൊ 120 ആക്കി. പിന്നെ ബിരിയാണിക്ക് 140, നേരത്തെ 120 ആയിരുന്നു. പിന്നെ ഗ്യാസ് കിട്ടാനില്ലല്ലോ, അതിന്റെ ബുദ്ധിമുട്ടും നമ്മൾ അറിയില്ലല്ലോ എല്ലാം ചെയ്യുന്നു. സമൃദ്ധിയിലെ 20 രൂപയ്ക്കുള്ള ഊണും ഇന്ദിരാ ക്യാന്റീനിലെ 50 രൂപയുടെ ഒരു ദിവസത്തെ ഭക്ഷണവും അതുപോലെ തുടരുന്നു. എല്ലാത്തിനും വിലയില്ലാത്ത ഒന്നുമില്ല, പോരാത്തിന് ഒന്നും കൂടെ കൂടി. ഗ്യാസിന്റെ ഒന്നും, പിന്നെ ഇവരെന്തോ ദൈവസഹായം കൊണ്ട് ഇവരങ്ങോട്ട് നടത്തി പോകുന്നുണ്ട്. അടുത്ത ആഴ്ച പാലിന് വില കൂടുവാണ്. എല്ലാം കൂടി, ഇതൊക്കെ എല്ലാം കൂടുന്നുണ്ട്. എന്നാൽ പക്ഷെ പണിയെടുക്കണതിനൊന്നും കാശ് കുറവാണ്. എന്തെങ്കിലും പണിയെടുത്താൽ അതിന് കാശ് കുറവാണ്. അവരുടെ കാര്യത്തിനൊക്കെ അവർക്ക് 10 രൂപയുടെ ചായക്ക് 13 രൂപയാണ് വില. ബിരിയാണി 120 നിന്ന് 140ലേക്ക്. 100 രൂപയുടെ പൊതിച്ചോറിന് 120 രൂപയ്ക്ക്. വൈകാതെ 20 രൂപയുടെ ചോറും 50 രൂപയുടെ ഒരു ദിവസത്തെ ഭക്ഷണവും മുടങ്ങുമെന്ന ആശങ്കയുമുണ്ട്. പൈസ കൂട്ടിയില്ലെങ്കിലും ഉള്ള പൈസക്കാണെങ്കിലും പുറത്തുകൊണ്ടിരിക്കുന്ന പൈസക്കാണെങ്കിലും കൂടുതൽ ആളുകൾക്ക് ലഭ്യമാക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? കോൺഗ്രസ് അത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അവിടെ എല്ലാത്തിനും വില കൂട്ടി. ചായയ്ക്ക് ഉൾപ്പെടെ എല്ലാ സാധനങ്ങൾക്കും വില കൂട്ടി. അപ്പോൾ സമൃദ്ധി എന്ത് ലക്ഷ്യത്തിലാണോ ഉദ്ദേശം തുടങ്ങിയത് അത് തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ധനവില വർധനവ് സമൃദ്ധി ഉൾപ്പെടെ ബാധിച്ചു കഴിഞ്ഞു. ഭക്ഷണങ്ങൾക്കെല്ലാം തന്നെ വില കൂട്ടി. ഇനി പാലിന് കൂടെ വില ഉയരുന്നതോടെ ആശങ്കയിലാണ് ജനങ്ങൾ. ക്യാമറമാൻ ആന്റണിക്കൊപ്പം ആര്യ വിനോദ്, മീഡിയ 1 കൊച്ചി.